70 ചേച്ചി. അയ്യോ ഈശ്വര, മനോജ് ഹരിതയും വന്നോ? എവിടെ പോയിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? ഏൽപ്പിച്ച പണിയൊന്നും ചെയ്യാതെ എവിടേക്കാ പോയതെന്ന്. വേണ്ട, കള്ളം പറയാനേ നാവെടുത്ത് വളയ്ക്കണ്ട. കിളവിയെ കെട്ടിയോനോടൊപ്പം ലോകം കറങ്ങി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അതെപ്പോഴാ നീ കണ്ടത്? നമ്മൾ ഒരുമിച്ചല്ലേ സ്കൂട്ടറിൽ വന്നത്, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നീ കാണാത്തതേ ഞാൻ കാണണമല്ലോ. എല്ലാ ചെലവും നോക്കുന്ന കുടുംബനാഥ ഞാനാണല്ലോ. വിവാഹ വാർഷികമാണെന്നൊക്കെ കേട്ടു. എന്താ വയസ്സുകാലത്തും പ്രണയം വിട്ടുമാറാത്ത കൊച്ചു തമ്പുരാട്ടി ആവാനാണോ ഭാവം? ഓരോ ഉണക്ക ലവ് ബേർഡ്സ്. അങ്ങനെയൊന്നും പറയരുത് ഹരിതേ. അച്ഛന്റെ അമ്മയുടെയും കഴിഞ്ഞ വർഷത്തെ വിവാഹ വാർഷികം നമ്മൾ എല്ലാരും ചേർന്ന് ഒരു മഹാസംഭവമാക്കിയതല്ലേ. ഇത്തവണ അവർക്കതിനുള്ള മാനസികാവസ്ഥയില്ല. പരസ്പരം നോക്കിയിരുന്ന് സങ്കടങ്ങൾ പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്നതിനേക്കാൾ ബീച്ചിലൊക്കെ പോയിന്ന് കറങ്ങുന്നതിൽ എന്താ തെറ്റ്? നമുക്ക് ഛേദമൊന്നുമില്ലല്ലോ. ഛേദമുണ്ട്. ഈ സ്ത്രീയെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. യജമാനത്തേക്ക് നഷ്ടം വരുത്തിക്കൊണ്ടുള്ള കറക്കൊന്നേ ഇവിടെ വേണ്ട. എന്റെ അനുവാദമില്ലാതെ പുറത്തു പോകാനും പാടില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച കുടുംബക്കാരാ. എച്ചിൽ പാത്രം കഴുകണമെന്ന് ആജ്ഞാപിച്ച് എന്നെ ആട്ടി പുറത്താക്കിയതിന് പിന്നിലും ഈ സ്ത്രീയാ. അതിനൊക്കെ പക വീട്ടാനല്ലേ ദൈവം എന്റെ കാൽക്കൽ തന്നെ കൊണ്ടെത്തിച്ചത്. ശബ്ദിക്കരുത്. ഹരിതയുടെ ചെലവില് കഴിയുന്ന വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാ നീ. എന്റെ അച്ഛൻ തരുന്ന പിച്ച 3 നേരം വാങ്ങി ഉണ്ണുന്നവൻ. അങ്ങനെ പ്രായം നോക്കുവാണെങ്കിൽ ചെറുപ്പക്കാരിയായ ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലായിരുന്നോ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. സാരല്ല, ഇനി സഹായം ആവശ്യമായിട്ട് വരുമ്പോ ഞാൻ വിളിച്ചോളാം. കാലിനിപ്പോ വേദനയുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്റെ മോളെ, ഭർത്താവിന്റെ മൃത്യുദോഷം തീർക്കാൻ നീ അനുഭവിച്ച ത്യാഗങ്ങൾ ഇന്നത്തെ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരും ചെയ്യില്ല. നല്ല ആഴമുള്ളതാ ക്ഷേത്രക്കിണർ. അതിൽ നിന്ന് ഒരു കുടം വെള്ളം കോരിയെടുത്താ പോലും ചുമച്ചു കുറച്ച് നാശകോടാലിയായി പോവും. അങ്ങനെയുള്ള കിണറ്റിന്ന് എത്ര തൊട്ടി വെള്ളവാ നീ ശിവധാരയ്ക്ക് വേണ്ടി കോരിയെടുത്തത്? ശിവധാരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മുട്ടുകാൽ പ്രദക്ഷിണം ഇന്നത്തെ കാലത്ത് ഏത് പെണ്ണ് ചെയ്യും? എന്റെ ഭർത്താവിന് വേണ്ടി മുട്ടുകാൽ പ്രദക്ഷിണം ചെയ്യേണ്ടി വന്നാ ഞാനിത് ചെയ്യില്ല. ഭർത്താവുമായുള്ള ബന്ധം ഒഴിയേണ്ടി വന്നാലും ചെയ്യില്ല. ഭർത്താവിന് വേണ്ടി ശരീരം ഹോമിക്കുന്ന വന്ദനെ പോലൊരു പതിവ്രതയെ സമ്മതിച്ചേ പറ്റൂ. വന്ദനങ്ങളെ പറ്റി നീ അത് പറഞ്ഞപ്പോ ശരീരം മുഴുവൻ കുളിരു പോരുന്ന കണ്ടോടി. മോളെ,
എന്റെ കൊച്ചുമോൻ ജഗന് വേണ്ടി നീ എന്തുമാത്രം വേദന തിന്നു, എന്തുമാത്രം ചോര പൊടിച്ചു. നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മോളെ. മതി. സന്തോഷായി അപ്പച്ചി. അപ്പച്ചിയുടെയും വിദ്യാർത്ഥിയുടെയും പിൻബലവും പ്രാർത്ഥനയും എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. അതുണ്ടാവും മോളെ. നോക്ക്, ജഗന്റെ മൃത്യുദോഷം ഇതുവരെ മാറിയിട്ടില്ല. അവന്റെ ആയുസ് ഇപ്പോഴും നിന്റെ കയ്യിലാ മോളെ. 41 ദിവസം ജഗനോട് മിണ്ടാനോ പറയാനോ അവനെ സ്പർശിക്കാനോ പാടില്ല. ഈ കുടുംബത്തെ ഞാൻ പ്രസവിച്ചിട്ടോ അല്ലാതെയോ ഒരു സന്തതിയില്ല. പെട്ടെന്നൊരു സന്തതി വേണമെന്നൊക്കെ ജഗന് തോന്നിക്കൂടെ? ഒന്നനിയത്തി 41 ദിവസം കഴിയുന്നതിന് മുമ്പ് അതൊന്നും വേണ്ട കേട്ടോ. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് വിദ്യാർത്ഥി. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഇവിടെ കുറെ നാളായില്ലേ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട്. ഇവിടേക്ക് ആകെ അഴുക്കും പൊടിയും പിടിച്ചു. ഞാനൊന്ന് തുടയ്ക്കട്ടെ. അയ്യോ, വേണ്ട വേണ്ട. സുഖമില്ലാത്ത മോളാണോ തുടയ്ക്കാൻ പോകുന്നേ?